അമ്മയോട് ഞാൻ ആ ടെക്നിക്ക് പറഞ്ഞു, പക്ഷെ അമ്മ അംഗീകരിച്ചിട്ടില്ല. അടുത്ത മഴയ്ക്കുള്ള പുറപ്പാടാന്ന് തോന്നുന്നു. ചെറുതായിട്ട് കാറ്റൊക്കെ വീശുന്നുണ്ട്. ഇന്ന് വെളുപ്പിനെ മഴ പെയ്യുന്ന ശബ്ദം കേട്ടായിരുന്നു. എന്തായാലും മഴക്കാലമല്ലേ, നല്ല സുഖമുള്ള കാലാവസ്ഥ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ഞാനും അപ്പയും കൂടെ വാട്ടർ ടാങ്ക് മൊത്തം ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. കാരണം ഇതിൽ വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്നില്ല, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇത്രയും വലിയ വാട്ടർ ടാങ്ക് അല്ലേ, അപ്പം നമ്മൾ ചെക്ക് ചെയ്ത് എവിടെയാണ് അതിൻ്റെ പ്രശ്നം, എന്തെങ്കിലും ഓട്ടകളുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അതിനൊരു ഓട്ടയും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. പിന്നെ എന്തുകൊണ്ടാണ് അതിനകത്ത് വെള്ളം ഇരിക്കാത്തതെന്ന് അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറ കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം അതിനകത്ത് തന്നെയാണ് വെള്ളം സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തൊട്ട് അതിനകത്ത് വെള്ളം ഇരിക്കാതെ ആവുമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ രാവിലെ കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു മഴയുള്ള സുപ്രഭാതം കാണാൻ പറ്റി. മനസ്സും ഒരുപാട് കുളിരണിഞ്ഞു കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ പൊന്നുപോലെ സംരക്ഷിച്ച് നോക്കിയിരുന്ന മുളകാണ്. നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു കേട്ടോ. നമ്മളിതിൻ്റെ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കണ്ടോ, എന്തോ ഒരു രോഗം വന്നതാണ്, കംപ്ലീറ്റ് പോയി. മുളകെല്ലാം നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ആ മുളക് പറിക്കാനും പറ്റില്ല. കണ്ടോ, ഫുള്ള് പോയി. 3 ചട്ടിയിലുണ്ടായിരുന്ന നല്ല അസലായിട്ട് നിന്ന മുളകാണ്. എന്തോ ഒരു അസുഖം ഏതോ ഒരു ചട്ടിക്ക് ബാധിച്ചു, അത് ഇതിലേക്ക് എല്ലാം സ്പ്രെഡായി. ഇതൊക്കെയാണ് ഈ കൃഷിയുടെ റിസ്കുകളെ. നമ്മൾ ഒരുപാട് പരിപാലിച്ച് വളർത്തും ഇതിനെയൊക്കെ, ഒരുപാട് സ്നേഹിച്ച് പരിപാലിച്ചൊക്കെ. ഒറ്റ ദിവസം കൊണ്ടായിരിക്കും ഇതെല്ലാം പോണേ. കണ്ടോ, എന്ത് രസമായിട്ടാണ് നിന്നത് നേരത്തെ. ഇതിൻ്റെ ഫോട്ടോ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ സൈഡിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പെട്ടെന്നാണ് നാശമായത്. രാവിലെ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സാധാരണ പതിവില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും കുറേ കാലങ്ങളായി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ട്. അപ്പം രാവിലെ ചിലപ്പോഴൊക്കെ പതിവില്ലാത്ത കാര്യങ്ങളും ചെയ്യണമല്ലോ. കറി ഒരു മാസ്റ്റർ പീസ് ആട്ടോ. സൂപ്പർ കറിയാ, ഒരു രക്ഷയില്ല. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കാപ്പി ചായയൊക്കെ രാവിലെ കുടിക്കുന്നത് നിർത്തി. വെള്ളമാണ് രാവിലെ കുടിക്കണേ, വെറും വയറ്റില്ല പെട പോലെ. അമ്മയോട് ഞാൻ ആ ടെക്നിക്ക് പറഞ്ഞു, പക്ഷെ അമ്മ അംഗീകരിച്ചിട്ടില്ല. രാവിലെ ചൂടോട് കൂടി കാണുന്നില്ല. ഇങ്ങോട്ട് ആ ഇപ്പൊ കാണാം. എനിക്ക് എനർജി കൂട്ടാനായിട്ട് രാവിലെ ഒരു കാപ്പി അല്ലെങ്കിൽ ചായ ചെല്ലണം. കാപ്പിയാണ് താല്പര്യം, അത് ചെന്നാലേ ഉണരുള്ളൂ കിച്ചൺ. അതുകൊണ്ട് ഇനിയിപ്പോ ഞാനും പതുക്കെ ഒന്ന് പ്രാക്ടീസിലേക്ക് മാറും. അത് ചെറു ചൂടുവെള്ളം, എപ്പോഴും ചൂടുവെള്ളം ഉണ്ടാക്കലുണ്ടല്ലോ, അപ്പൊക്ക് ഇവിടെ ഫ്ലാസ്കിൽ തിളച്ച വെള്ളം റെഡിയാക്കി വെച്ചേക്കുവാ. ഞാൻ വേനൽക്കാലത്ത് ചൂടുവെള്ളം ഒരിക്കലും ഉപയോഗിക്കില്ല. അവിടെ കണ്ടെയ്നറിൽ സാധാ വെള്ളം വെച്ചേക്കണം, അത് കുടിക്കും. വേനൽ മൂർധന്യ ആയി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ്, അത് അധികം തണുപ്പില്ലാത്ത രീതിയിൽ വെച്ചിരിക്കുന്ന വെള്ളം. അപ്പം അല്ലെങ്കിൽ മിക്സ് ചെയ്താൽ വെള്ളം എടുക്കും. പിന്നെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ചെറു ചൂടുവെള്ളം കുടിക്കുള്ളൂ. ഫ്ലാസ്കിൽ ശേഖരിച്ച് വെച്ചേക്കോ കിച്ചണിൽ കേട്ടോ. അത് രാവിലെ കുടിക്കണം, വെറും വയറ്റിൽ കുടിക്കണമെന്നാണ് പറയണത്. അതൊക്കെ കുടിച്ച് നോക്കണം. അതെ, പറയാം. ഇങ്ങനെ വൈകുന്നേരം 3:45 സമയം, ഞായറാഴ്ച 24-ാം തീയതി, മെയ് 24. ഇന്ന് നമ്മുടെ പള്ളിയിലെ പ്രെയർ മീറ്റ് നടക്കണ ഞങ്ങളുടെ തന്നെ ചേട്ടന്റെ മകന്റെ വീട്ടിലാ. അതായത് അപ്പയുടെ ഒരു ബ്രദറിന്റെ മകന്റെ വീട്ടിലാ, പ്രവീണിന്റെ വീട്ടിലാ. അപ്പൊ പ്രവീണിന്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങളും എല്ലാരും കൂടെ പോവാട്ടോ. പോവാ. ഓക്കെ, ഇനി അവിടെ 1-2 ക്ലിപ്പിംഗ് ഒക്കെ എടുക്കും എന്തായാലും. അപ്പൊ കാണാം. അപ്പോൾ വണ്ടിയൊക്കെ ഞങ്ങൾ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു കുട എടുക്കണമെന്ന് ചോദിച്ചു. എന്തോ ഭാഗ്യത്തിന് ഞാൻ പറഞ്ഞു ഒരു കുട എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഒരു കുട വേണമെങ്കിൽ എടുത്തോ, കാരണം ഇപ്പോഴത്തെ ഈ ഒരു അന്തരീക്ഷം നോക്കുമ്പോൾ നമുക്ക് ഇനി മഴ പെയ്യില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണല്ലോ, ഇരുളുമയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരെണ്ണം മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ എന്താ അവസ്ഥ എന്ന് നിങ്ങൾ കണ്ടോ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രെയർ യൂണിറ്റ് ഒക്കെ ആരംഭിച്ചു.
പ്രവീൺ ചേട്ടൻ്റെ വീടിനോട് ചേർന്നുള്ള ഹോളിലാണ് നടക്കുന്നത് കേട്ടോ പരിപാടി. അപ്പോൾ വളരെ നല്ലൊരു പ്രസംഗമായിരുന്നു കേട്ടോ അച്ഛൻ്റേത്. പക്ഷേ എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല, കാരണം അപ്പോഴേക്കും അതിശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ മഴയത്ത് ഞാനിത് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കത് കേൾക്കാൻ പറ്റില്ല. പക്ഷെ വളരെ മനോഹരമായ ഒരു സ്പീച്ചായിരുന്നു. ഒരുപാട് ബൈബിൾ വാക്യങ്ങളൊക്കെ ഒത്തിരി നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അച്ഛൻ സംസാരിക്കുകയുണ്ടായത്. അതൊക്കെ എനിക്ക് ഒരുപാട് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു. ചിലപ്പോൾ നമ്മുടെ ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമ്മൾ റീതിങ്ക് ചെയ്യാനായിട്ട് കാരണമാകുന്നത് ചില പ്രസംഗത്തിലൂടെ പറയുന്ന ചില വാചകങ്ങളൊക്കെ ആയിരിക്കാം അല്ലേ. അപ്പോൾ അതിനുശേഷം അപ്പയാണ് കൃതജ്ഞത ഒക്കെ രേഖപ്പെടുത്തിയത് കേട്ടോ. അതും കേൾക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, കാരണം ശക്തമായ മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിശക്തമായ മഴയായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രെയർ മീറ്റ് അധികം ദീർഘിപ്പിച്ചില്ല, പെട്ടെന്ന് അവസാനിക്കുകയാണ് ഉണ്ടായത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയൊക്കെ ആയത് കാരണം, കാലാവസ്ഥ പ്രശ്നമുള്ളത് കാരണം, ആൾക്കാർക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കാരണം എല്ലാം ക്രമത്തിലൊക്കെ നടന്നു, പക്ഷെ പെട്ടെന്ന് അവസാനിക്കുകയാണ് ഉണ്ടായത്. അപ്പം നമ്മുടെ പോലെ തന്നെ ഉഴുന്നുവടയും പിന്നെ പഴവും അതുപോലെ തന്നെ കട്ടൻ കാപ്പിയായിരുന്നു കേട്ടോ റിഫ്രഷ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം എല്ലാവരും ഒക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞ് നിൽക്കുന്ന ഒരു സെഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു സെഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൂത്തുമ്പിയെ പോലെ പാറിപ്പറന്ന് നടക്കണം കാണാം കേട്ടോ. എങ്ങനെയാണ് ഇതിനുള്ള എനർജി കിട്ടണമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയല്ല കേട്ടോ, ഞാനിങ്ങനെ വളരെ സോഫ്റ്റായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത് അങ്ങനെയൊക്കെ നിൽക്കുക ചെയ്യുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം പോന്നു. അപ്പോൾ പോന്നു കഴിഞ്ഞ് വീട്ടിൽ എത്തണ വരെ നല്ല മഴയായിരുന്നു. അപ്പോൾ വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നൊരു കാപ്പി കുടിച്ചെങ്കിലും ഈ മഴയല്ലേ, മഴയുടെ വൈബ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുള്ള സാധനങ്ങൾ കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു നോർമൽ ചായയാണ് ഞാൻ ഉണ്ടാക്കിയത്. സാധാരണ ഇറാനി ചായ കുടിക്കുന്നത്, പക്ഷെ ഇത്തവണ നോർമൽ ചായ ഉണ്ടാക്കി. നമ്മൾ ചായയൊക്കെ കുടി കഴിഞ്ഞതേ കഴിച്ചോണ്ടിരിക്കാം കേട്ടോ. ഇന്ന് വറവരിയൊന്നും അല്ല, വറുത്തത് തീർന്നു. ഞാനവിടെ പോയി തപ്പിയപ്പോ ഇല്ല, തീർന്നു. അത് പെട്ടെന്ന് അത് തീർന്നത്. ഇനി വേണമെങ്കിൽ വറുത്ത് വെച്ചേക്കാം, കുറച്ച് ഒരു അരച്ചക്കെടുത്ത് വറക്കണം. ഇത് മല്ലിക കേട്ടോ, നമ്മൾ മേടിച്ചതാ. മല്ലികമാവിൻ്റെ ഒരു തൈ നമ്മളിവിടെ നട്ടിട്ടുണ്ട്. അതെന്താണാവോ കായ്ക്കുക, വളർന്നു വന്നിട്ടുണ്ട്. 3 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 വർഷമൊക്കെ പിടിക്കും കായ പിടിക്കാൻ. 2 മേടിച്ചായിരുന്നു, ഒരെണ്ണം ചെത്തിയത് നല്ല മധുരം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു പ്ലേറ്റ് എടുത്തുണ്ടായി, തൊണ്ട് കിടക്കുമല്ലേ ഇതില്, ഇടാൻ പുളിയിടാൻ ഇച്ചിരി ഡാമേജ് ഉണ്ട്. ഓ പഴുത്ത് ഡാമേജ് ആയത്, ആ ഭാഗം കൂടുതൽ പഴുത്തു പോയോ? പഴുത്ത എന്നാ ഇതേ ആവശ്യമാണോ ഇത്, എന്താണോ പാക്കിങ്ങിൻ്റെ ആണോ? എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ച നല്ല രുചിയുള്ള മാമ്പഴമാണ്, പക്ഷെ ചെത്തും തോറും ദേ കേട് കൂടി വരുമായിരുന്നു. അതുകൊണ്ട് നല്ല പൂളുകളൊന്നും കിട്ടിയില്ല കേട്ടോ. ഒരു കുഞ്ഞി പീസ് എങ്ങാണ്ടേ കിട്ടിയുള്ളൂ, അതിന് നല്ല മധുരവും ഉണ്ടായിരുന്നു. എന്ത് കഷ്ടമല്ലേ. പുതിയ വേസ്റ്റ് ബാസ്ക്കറ്റ് ഷൈനിന്ന് മേടിച്ചായിരുന്നു. അപ്പോൾ അതിൽ ആ ഗാർബേജ് ബാഗ് മാറ്റി വെച്ച് വേറെ ഒരെണ്ണം വെച്ചതാട്ടോ. ഇപ്പം ബാഗ് തന്നെ അങ്ങ് എടുത്ത് വെച്ചാൽ മതി, കളഞ്ഞാൽ മതി. വേസ്റ്റ് മാറ്റുമ്പോൾ അടപ്പുള്ളത് ഏറ്റവും നല്ലത്. അതെ, ഫുഡ് വേസ്റ്റ് ഇടാനാട്ടോ, പ്ലാസ്റ്റിക് ഇടുന്നതല്ല കേട്ടോ. പ്ലാസ്റ്റിക് ഇടാൻ നമുക്ക് വേറെ ഉണ്ട്. അത് നമ്മള് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കാനുള്ളതാട്ടോ, ഫുഡ് വേസ്റ്റിന് മാത്രം. അതെ. അപ്പൊ അടപ്പുണ്ടെങ്കിൽ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലി പാറ്റകൾ അറിയാലോ, ഇങ്ങനെ ക്ഷുദ്രജീവികളൊന്നും അതിനകത്തേക്ക് കയറുക. തുറന്നു ഇങ്ങനെ അങ്ങ് തുറക്കാം. ഇത് എല്ലാവർക്കും അറിയാം. വെറുതെ നമ്മള് വീട്ടിലൊരു സാധനം മേടിച്ചപ്പോ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ. മറ്റേത് ഫുഡ് വേസ്റ്റ് ഇങ്ങനെ 220 റേറ്റ് കേട്ടോ, 220 നല്ലതാ. അതെ. അങ്ങനെ ഞാനിങ്ങനെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഇല്ലേ, ഈ മഴയൊക്കെ പെയ്യുന്ന ദിവസങ്ങളിൽ സൂപ്പ് എൻ്റെ ഡിന്നർ സ്റ്റാർട്ടറായിട്ട് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് സൂപ്പ് വലിയ ക്രേസാണെന്നുള്ള കാര്യം ഇപ്പം എല്ലാവർക്കും അറിയാം. എനിക്കും ഇഷ്ടമാണ്, അപ്പയ്ക്കും ഇഷ്ടമാണ്. അമ്മ മാത്രമാണ് സൂപ്പിനോട് അത്ര താല്പര്യമില്ലാത്തുള്ളത്. അപ്പോൾ പെട്ടെന്നാണ് സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് മറ്റേ പച്ചക്കറികൾ പിന്നെ അരിഞ്ഞുണ്ടാക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഇപ്പോൾ 9 മണി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി അതിനുള്ള നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ടൈം ഡിലേ ആവും. അപ്പോൾ അത് കാരണം നമ്മുടെ കയ്യിൽ ഇരുന്ന ഒരു സൂപ്പ് മിക്സാണ് നമ്മൾ എടുത്തത്. മറ്റേ നൂറിൻ്റെ അവരുടെ ബ്രൊക്കോളി സൂപ്പ് അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ബ്രൊക്കോളി സൂപ്പ്. പ്രൊമോഷനൊന്നും പറഞ്ഞല്ല, എൻ്റെ എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ചൂടുള്ളത് നല്ല ഇങ്ങനെ കോരിച്ചൊരിയണ മഴയത്ത് എന്തെങ്കിലും കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് പച്ചക്കറികളെല്ലാം അരിഞ്ഞ് മറ്റേ സാലഡിന് വേണ്ടിയിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം സൂപ്പ് കഴിച്ചു, അതിനുശേഷം ഒരു സാലഡിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടി ഇട്ടു. കാരണം അത് അത്ര ഫില്ലിങ് ആവില്ല എന്ന് എനിക്ക് തോന്നി, കാരണം വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഫില്ലിങ്ങും ആവണം, അത്യാവശ്യം നല്ല പ്രോട്ടീൻ റിച്ചും ആവണമല്ലോ.
അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു മുട്ടയും കൂടെ ഇട്ടു. പിന്നെ കുറച്ച് പനീറും കൂടെ നെയ്യിൽ വഴറ്റി അതിനകത്ത് ചേർത്തു കേട്ടോ. അപ്പം മൊത്തത്തിൽ നെയ്യിൽ വഴറ്റിയ പച്ചക്കറികളും പനീറും മുട്ടയൊക്കെ ചേർന്നിട്ട് നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സാലഡായി അത് മാറി. വേണമെങ്കിൽ കുറച്ച് ഗ്രീൻ പീസ് ഇടായിരുന്നു, പക്ഷെ ഞാൻ ഇട്ടില്ല കേട്ടോ. അന്നേരം എനിക്ക് ഗ്രീൻ പീസ് കഴിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. പീനട്ട് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അതൊന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് ക്രഞ്ചിനെസ്സും കൂടെ കിട്ടും. അപ്പോൾ നല്ല രസമാണ്. നല്ല ഡിന്നറായിരുന്നു കേട്ടോ. ഹെവി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു ഹാഫ് ഫിൽഡ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.